ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, ഒരു കുടുംബത്തെ സ്വർഗതുല്യമാക്കി മാറ്റുന്ന 10 പുണ്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ വചനം തിരുവചനം എന്ന ഈ ശുശ്രൂഷയിൽ ഇന്ന് വിചിന്തനം ചെയ്യുന്നത്. ഒരു കുടുംബത്തിൽ ഉണ്ടായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന 10 സുകൃതങ്ങൾ. ഇത് പഠിപ്പിക്കുന്ന ഒരു വചനഭാഗമാണ് കൊളോസ്സുകാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 12 മുതൽ 17 വരെ. അതിനാൽ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരും വാത്സല്യഭാചനങ്ങളും പരിശുദ്ധരുമെന്ന നിലയിൽ നിങ്ങൾ കാരുണ്യം, ദയ, വിനയം, സൗമ്യത, ക്ഷമ എന്നിവ ധരിക്കുവിൻ. ഒരാൾക്ക് മറ്റൊരാളോട് പരിഭവമുണ്ടായാൽ പരസ്പരം ക്ഷമിച്ച് സഹിഷ്ണുതയോടെ വർത്തിക്കുവിൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ തന്നെ നിങ്ങളും ക്ഷമിക്കണം. സർവോപരി എല്ലാറ്റിനെയും കൂട്ടിയിണക്കി പൂർണ്ണമായ ഐക്യത്തിൽ ബന്ധിക്കുന്ന സ്നേഹം പരിശീലിക്കുവിൻ. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ഈ സമാധാനത്തിലേക്കാണ് നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടത്. അതിനാൽ നിങ്ങൾ കൃതജ്ഞതാ നിർഭരരായിരിക്കുവിൻ. പരസ്പരം പഠിപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുമ്പോഴും കൃതജ്ഞത നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് സങ്കീർത്തനങ്ങളും ഗാനങ്ങളും ആത്മീയ ഗീതങ്ങളും പാടുമ്പോഴും ക്രിസ്തുവിൻ്റെ വചനം നിങ്ങളിൽ സമൃദ്ധമായി വസിക്കട്ടെ. നിങ്ങൾ വാക്കാലോ പ്രവർത്തിയാലോ എന്തു ചെയ്താലും അതെല്ലാം കർത്താവായ യേശു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് അവൻ്റെ നാമത്തിൽ ചെയ്യുവിൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരും വാത്സല്യഭാചനങ്ങളും എന്ന നിലയിൽ ഒരു കുടുംബത്തിലെ അപ്പനും അമ്മയും ഭാര്യയും ഭർത്താവും മാതാപിതാക്കളും മക്കളും ശീലിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ വചനഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ 10 കാര്യങ്ങളുണ്ട്. ഈ പുണ്യങ്ങളുടെ നിരന്തരമായ പരിശീലനം വഴി നമ്മുടെ കുടുംബങ്ങളെ തിരുക്കുടുംബം പോലെ ആക്കി തീർക്കാൻ പറ്റും എന്ന് വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ കുടുംബങ്ങൾ സ്വർഗത്തിൻ്റെ ഒരു രൂപമായി മാറും. വലിയൊരു അനുഗ്രഹത്തിൻ്റെ ഇടമായി നമ്മുടെ ഭവനങ്ങൾ മാറാൻ ഈ 10 പുണ്യങ്ങൾ നമ്മെ സഹായിക്കും. അതുകൊണ്ട് ഈ വചനഭാഗത്തിൽ പറഞ്ഞിട്ടുള്ള ഈ 10 സുകൃതങ്ങളാണ് നമ്മൾ ഓരോന്നായിട്ട് ഇന്ന് ധ്യാനിക്കുന്നത്. ഇതിൽ 1-ാമത്തെ പുണ്യം കരുണ എന്ന പുണ്യമാണ്. വചനം പറയുകയാണ്, വാത്സല്യഭാചനങ്ങളും പരിശുദ്ധരും എന്ന നിലയിൽ നിങ്ങൾ കാരുണ്യം പരിശീലിക്കുവിൻ. എപ്രകാരമുള്ള കാരുണ്യമാണ്? ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 36-ാമത്തെ തിരുവചനത്തിൽ, ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 36-ാമത്തെ തിരുവചനത്തിൽ ഈശോ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിനെ പോലെ പരിപൂർണരായിരിക്കണമെന്ന്
ലൂക്ക 6:36. നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. പരസ്പരം കരുണ കാണിക്കാനുള്ള നമ്മുടെ മുൻപിലുള്ള മാതൃക എന്ന് പറയുന്നത് പിതാവിൻ്റെ കരുണയാണ്. കരുണയെക്കുറിച്ച് പഠിപ്പിക്കാൻ ഈശോ നമുക്ക് മനോഹരമായ ഒരു ഉപമ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് നല്ല സമരിയാക്കാരൻ്റെ ഉപമയാണ്. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 30 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുന്നു. യേശു പറഞ്ഞു, ഒരുവൻ ജെറൂസലേമിൽ നിന്ന് ജെറീക്കോയിലേക്ക് പോവുകയായിരുന്നു. അവൻ കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ടു. അവർ അവൻ്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്ത് അവനെ പ്രഹരിച്ച് അർദ്ധനഗ്നനാക്കിയിട്ട് പോയിക്കളഞ്ഞു. ഒരു പുരോഹിതൻ ആ വഴിയെ വന്നു. അവനെ കണ്ട് മറുവശത്തുകൂടെ കടന്നുപോയി. അതുപോലെ ഒരു ലേവായനും അവിടെ വന്നപ്പോൾ അവനെ കണ്ടെങ്കിലും കടന്നുപോയി. എന്നാൽ ഒരു സമരിയാക്കാരൻ യാത്രാമധ്യേ അവൻ കിടന്ന സ്ഥലത്തു വന്നു. അവനെ കണ്ട് മനസ്സലിഞ്ഞ് അടുത്ത് ചെന്ന് എണ്ണയും വീഞ്ഞുമൊഴിച്ച് അവൻ്റെ മുറിവുകൾ വച്ചുകെട്ടി തൻ്റെ കഴുതയുടെ പുറത്തു കയറ്റി ഒരു സത്രത്തിൽ കൊണ്ടുചെന്ന് പരിചരിച്ചു. അടുത്ത ദിവസം അവൻ സത്രം സൂക്ഷിപ്പുകാരൻ്റെ കയ്യിൽ 2 ദനാറ കൊടുത്തിട്ട് പറഞ്ഞു, ഇവൻ്റെ കാര്യം നോക്കിക്കൊള്ളണം. കൂടുതലായി എന്തെങ്കിലും ചെലവാകുന്നെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം. എത്രമാത്രം കരുതലോടുകൂടെയാണ്, എത്രമാത്രം കരുണയോടുകൂടെയാണ് താനുമായി ഒരു ബന്ധവുമില്ലാത്ത യഹൂദനെ ഈ സമരിയാക്കാരൻ ശുശ്രൂഷിക്കുന്നത്. താനുമായൊരു ബന്ധവുമില്ല എന്ന് മാത്രമല്ല, തങ്ങളുടെ സംസ്കാരവുമായി തങ്ങളുടെ കുടുംബവുമായി വിരോധത്തിൽ കഴിയുന്ന ഒരാളാണ് യഹൂദനെന്ന് പറഞ്ഞാൽ. തങ്ങളുടെ വംശവുമായി വിരോധത്തിൽ കഴിയുന്ന ഒരാൾക്കു വേണ്ടി ഇത്രമാത്രം സമയവും സമ്പത്തും സൗകര്യങ്ങളും എല്ലാം ചെയ്തു കൊടുക്കുന്ന വിധത്തിൽ കരുണയുള്ളവനായ സമരിയാക്കാരൻ. പ്രിയപ്പെട്ടവരെ, ജെറൂസലേമിൽ നിന്ന് ജെറീക്കോയിലേക്കുള്ള ഈ ഇടനാഴികയിൽ, ഈ വഴിയിൽ മുറിവേറ്റ് കിടക്കുന്നത് ആരാണ്? ജെറൂസലേമിൽ നിന്ന് ജെറീക്കോയിലേക്കുള്ള ആ വഴി എവിടെയാണ്? അത് നമ്മുടെ കുടുംബങ്ങളിലുണ്ട്. മുറിവേറ്റ് കിടക്കുന്നവർ നമ്മുടെ കുടുംബങ്ങളിലുണ്ട്. വേദനിക്കുന്നവർ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അവരോടൊക്കെ നീ ക്രിസ്തുവിൻ്റെ കരുണയുടെ പ്രവാചകനായി മാറുമോ? ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ പുനരവതരണമായി മാറുമോ എന്നതാണ് ചോദ്യം. ഒരു വീട്ടിലെ അപ്പൻ കരുണയുള്ളവനായി മാറുമ്പോൾ, ഒരു വീട്ടിലെ അമ്മ കരുണയുള്ളവളായി മാറുമ്പോൾ, ഒരു വീട്ടിലെ ഭാര്യയും ഭർത്താവും കരുണയുള്ളവരായി മാറുമ്പോൾ, മക്കൾ കരുണയുള്ളവരായി മാറുമ്പോൾ, സഹോദരങ്ങൾ കരുണയുള്ളവരായി മാറുമ്പോൾ വീട് സ്വർഗമായിട്ട് മാറും. പക്ഷേ ചില വീടുകളിലെങ്കിലും ഈ കള്ളന്മാരെ പോലെയാണ്. മറ്റുള്ളവരുടേത് പിടിച്ചുപറിക്കാൻ ശ്രമിക്കുന്ന കള്ളന്മാർ അവരുടെ മനോഭാവത്തോടുകൂടെ ജീവിക്കുമ്പോൾ വീട് കൊലപാതകം നടക്കുന്ന ഇടമായി, കൊലക്കളമായി മാറും. വഴക്കുകളുടെയും തല്ലുപിടുത്തങ്ങളുടെയും ബഹളങ്ങളുടെയും ഇടമായി മാറും. ചില കുടുംബങ്ങളിൽ പുരോഹിതൻ്റെയും ലേവായൻ്റെയും മനോഭാവമുണ്ട്. അവൻ്റെ കാര്യം അവന്, എൻ്റെ കാര്യം എനിക്ക്, നിൻ്റെ കാര്യം നിനക്ക്, എൻ്റെ കാര്യം എനിക്ക്, നീ നിൻ്റെ കാര്യം നോക്ക് എന്ന മനോഭാവത്തോടുകൂടെ കഴിയുന്ന കുടുംബങ്ങളുണ്ട്. ഈശോ ആഗ്രഹിക്കുന്നത് നമ്മൾ നല്ല സമരിയാക്കാരനെ പോലെ അപരനോട് കരുണ കാണിക്കുന്ന വ്യക്തിത്വങ്ങളായി മാറണമെന്നാണ്. നമ്മുടെ കുടുംബങ്ങൾ സ്വർഗതുല്യമായി മാറണമെങ്കിൽ കരുണയുള്ളവർ ഉണ്ടാകണം. രണ്ടാമതായി വചനം പറയുന്ന ഒരു സുകൃതമാണ് ദയയുള്ളവരായിരിക്കുക. ദയയുള്ളവരായിരിക്കുക എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ മാധുര്യമുള്ളവരായിരിക്കുക,
മറ്റുള്ളവരെ അകറ്റാത്തവരായിരിക്കുക, അകറ്റി നിർത്താത്തവരായിരിക്കുക. ചേർത്ത് പിടിക്കുന്ന ഒരു പുണ്യമാണ് ദയ എന്ന് പറയുന്നത്. നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്, മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 13 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങൾ. ഈശോയുടെ അടുക്കലേക്ക് കുഞ്ഞുങ്ങളെയും കൊണ്ട് അവരുടെ അമ്മമാർ വരികയാണ്. ശിഷ്യന്മാർ അവരെ ശകാരിക്കുന്നു, അകറ്റി നിർത്താൻ നോക്കുന്നു. അപ്പോൾ ഈശോ പറയുകയാണ്, കുഞ്ഞുങ്ങൾ എൻ്റെ അടുക്കൽ വരുന്നതിൽ നിന്ന് തടയരുത്, അവർ എൻ്റെ അടുക്കൽ വരട്ടെ. കുഞ്ഞുങ്ങളെ തൻ്റെ അടുക്കലേക്ക് മാടി വിളിക്കുന്ന ഒരു ദയയുണ്ട്. ഒരു ഭർത്താവ് ഭാര്യയോട് പറയുകയാണ്, എനിക്ക് നിന്നോട് വെറുപ്പാണ്, നീ മാറി നിൽക്കുക, നീ അപ്പുറത്തേക്ക് പോവുക, എനിക്ക് നിന്നെ വേണ്ട, ഐ ഹേറ്റ് യു എന്ന് പറയുന്ന ഹൃദയ കാഠിന്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ ദയയുള്ളവരായിരിക്കണമെന്നും എല്ലാവരെയും ചേർത്ത് നിർത്തുന്നവരും ചേർത്ത് പിടിക്കുന്നവരും ആയിരിക്കണം എന്നുമാണ്. അങ്ങനെ ദയയുള്ള ചേർത്ത് പിടിക്കുന്ന വ്യക്തികളുള്ള കുടുംബമാണ് സ്വർഗതുല്യമായ കുടുംബങ്ങളായിട്ട് മാറുന്നത്. സഖ്യൂസിൻ്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലാൻ മാത്രം ദയയുള്ള ഈശോയുടെ ഹൃദയം. തൻ്റെ അടുക്കൽ വന്ന് തൻ്റെ കണ്ണീര് കൊണ്ട് തൻ്റെ പാദങ്ങൾ കഴുകിയ പാപിനിയായിട്ടുള്ള സ്ത്രീയെ എല്ലാവരും പരിഹസിക്കുന്നു. ഈശോ അവൾക്ക് വേണ്ടി ഒരു നിലപാടെടുത്തുകൊണ്ട് പറയുകയാണ്, അവൾ അധികം സ്നേഹിക്കുന്നു, അവളുടെ അധികം പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, അവൾ ചെയ്ത പ്രവൃത്തി എല്ലായിടത്തും പ്രഘോഷിക്കപ്പെടും. എല്ലാവരാലും നിന്ദിക്കപ്പെടുകയും പരിഹസിക്കപ്പെടുകയും ചെയ്യുന്ന ഒരാളെ ചേർത്ത് നിർത്തുകയും അയാൾക്ക് വേണ്ടി സംസാരിക്കുകയും ചെയ്യുന്ന ഈശോയുടെ ദയ. ആ ദയയാണ് കുടുംബത്തിലെ ഓരോ അംഗവും പരിശീലിക്കേണ്ടതെന്ന് വചനം പഠിപ്പിക്കുന്നു. വേദനിക്കുന്നവരോടുകൂടെ വേദനിക്കാൻ നിൻ്റെ ഹൃദയത്തിന് കഴിയുമോ? സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കാൻ നിൻ്റെ ഹൃദയത്തിന് കഴിയുമോ? ദയയുള്ള വ്യക്തികളുണ്ടാകട്ടെ. മൂന്നാമതായി, കുടുംബത്തെ സ്വർഗതുല്യമാക്കി മാറ്റുന്നൊരു പുണ്യമാണ് പ്രിയപ്പെട്ടവരെ വിനയമെന്ന് പറയുന്ന പുണ്യം. പരസ്പര വിനയത്തിൻ്റെ അങ്കിയണിയുവിൻ എന്നാണ് പത്രോസ്ലീഹ എഴുതുന്നത്. നിങ്ങൾ പരസ്പര വിനയത്തിൻ്റെ അങ്കിയണിയുവിൻ. അപരനെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കണക്കാക്കുന്ന ഒരു വലിയ ഗുണം ഹൃദയത്തിനുണ്ടാകട്ടെ. ഈശോ പറയുകയാണ്, ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 24 മുതൽ 27 വരെയുള്ള തിരുവചനങ്ങളിൽ താഴ്മയെന്ന പുണ്യത്തെക്കുറിച്ച് ഈശോ പഠിപ്പിക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷം 22, 24 മുതൽ 27 വരെ. തങ്ങളിൽ വലിയവൻ ആരാണ് എന്നൊരു തർക്കം അവരുടെ ഇടയിൽ ഉണ്ടായി. അപ്പോൾ അവൻ അവരോട് പറഞ്ഞു, വിജാതീയരുടെ മേൽ അവരുടെ രാജാക്കന്മാർ ആധിപത്യം അടിച്ചേൽപ്പിക്കുന്നു. തങ്ങളുടെ മേൽ അധികാരമുള്ളവരെ അവർ ഉപകാരികളായി കണക്കാക്കുകയും ചെയ്യുന്നു. എന്നാൽ നിങ്ങൾ അങ്ങനെ ആയിരിക്കരുത്. നിങ്ങളിൽ ഏറ്റവും വലിയവൻ ഏറ്റവും ചെറിയവനെ പോലെയും അധികാരമുള്ളവൻ ശുശ്രൂഷകനെ പോലെയും ആയിരിക്കണം. ആരാണ് വലിയവൻ? ഭക്ഷണത്തിനിരിക്കുന്നവനോ പരിചരിക്കുന്നവനോ? ഭക്ഷണത്തിനിരിക്കുന്നവനല്ലേ? ഞാനാകട്ടെ നിങ്ങളുടെ ഇടയിൽ പരിചരിക്കുന്നവനെ പോലെയാണ്. ഈശോ പറയുകയാണ്, ഞാൻ നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷിക്കുന്നവനെ പോലെയാണ്. ഈശോ പറഞ്ഞു, മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും തൻ്റെ ജീവൻ അനേകരുടെ മോചനദ്രവ്യമായി സമർപ്പിക്കുവാനും വേണ്ടിയാണ്. അതുപോലെ ആയിരിക്കണം തൻ്റെ ശിഷ്യരെന്നും ഈശോ പഠിപ്പിക്കുന്നു. എളിമയെന്ന പുണ്യമുണ്ടാകുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബങ്ങളിൽ സമാധാനമുണ്ടാകും. പല കലഹങ്ങളുടെയും വഴക്കുകളുടെയും പിറകിലുള്ള ശാസ്ത്രം എന്താണ്?
പിറകിലുള്ള ചോദ്യം ഏതാണ്? ആരാണ് വലുത്? ആരാണ് ശരി? ആരുടെ അഭിപ്രായമാണ്, ആരുടെ തീരുമാനമാണ് നടപ്പിലാക്കേണ്ടത്? ഞാനോ നീയോ, നീയോ ഞാനോ എന്ന് തുടങ്ങുന്ന വഴക്കുകളിൽ നിന്ന്, ചിന്തകളിൽ നിന്ന് പലതരത്തിലുള്ള കുടുംബത്തിലെ പ്രതിസന്ധികളും ആരംഭിക്കുകയാണ്. അതും കൂടി മുന്നോട്ട് പോവുകയാണ്. പല കുടുംബങ്ങളും തകരുന്നതിൻ്റെ കാരണം വിട്ടുകൊടുക്കാൻ മനസ്സില്ലാത്തതാണ്. ചെറുതാകാൻ, താഴ്ന്നു കൊടുക്കാൻ മനസ്സില്ലാത്തതുകൊണ്ട് ഒന്നിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. കുടുംബങ്ങളെ സ്വർഗതുല്യമാക്കുന്ന നാലാമത്തെ പുണ്യം സൗമ്യതയാണ്. സൗമ്യത എന്ന് പറഞ്ഞാൽ ഒരു കാത്തിരിപ്പാണ്. കർത്താവിൻ്റെ സമയത്തിന് വേണ്ടിയിട്ടുള്ള, കർത്താവിൻ്റെ പ്രവർത്തികൾക്ക് വേണ്ടിയിട്ടുള്ള, കർത്താവിൻ്റെ ഇടപെടലിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിൻ്റെ പേരാണ് പ്രിയപ്പെട്ടവരെ സൗമ്യത, ശാന്തത, ജെന്റിൽനെസ്. നമ്മുടെ കുടുംബങ്ങളിൽ ഇന്ന് എളുപ്പത്തിൽ നഷ്ടപ്പെടുന്ന ഒരു പുണ്യമാണ് സൗമ്യത. ശാന്തത നഷ്ടപ്പെടുന്നു. കോപമാണ് പെട്ടെന്ന് ഉയരുന്നത്. ചില കാര്യങ്ങൾ വേണമെന്ന് വിചാരിക്കുന്നു, കുട്ടികൾക്ക് കിട്ടണമെന്നാഗ്രഹിക്കുന്നത് ആ സമയത്ത് തന്നെ കിട്ടിയില്ലെങ്കിൽ അവർ ഒച്ചയുണ്ടാക്കുന്നു, എറിഞ്ഞു പൊട്ടിക്കുന്നു, മൊബൈൽ എറിഞ്ഞു പൊട്ടിക്കുന്നു, TV അടിച്ചു പൊട്ടിക്കുന്നു. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകളെയും കൊണ്ട് അമ്മ വന്നു. അമ്മ വന്നിട്ട് പറഞ്ഞു, അച്ഛാ ഇവൾ TV അടിച്ചു പൊട്ടിച്ചു. TV ഓഫ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അവൾ TV അടിച്ചു പൊട്ടിച്ചു. മൊബൈൽ താഴെ വെക്കാൻ പറഞ്ഞപ്പോൾ അവൾ മൊബൈൽ എറിഞ്ഞു പൊട്ടിച്ചു. ഇപ്പോൾ അവൾക്ക് TV പുതിയത് വാങ്ങണം, മൊബൈൽ പുതിയത് വാങ്ങണം, അല്ലെങ്കിൽ വീട്ടിലുള്ള മറ്റു പലതും അടിച്ചു പൊട്ടിക്കും. കോപം ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ദേഷ്യം കൂടിക്കൂടി വരികയാണ്. എന്തു ചെയ്യണമെന്നറിഞ്ഞുകൂടാ. പ്രിയപ്പെട്ടവരെ, ശാന്തതയോടെയുള്ള സംസാരങ്ങളെക്കാൾ തർക്കങ്ങളാണ് കുടുംബത്തിൽ വർദ്ധിച്ചു വരുന്നത്. പരസ്പര ബഹുമാനത്തോടുകൂടെയുള്ള സംഭാഷണങ്ങൾ ഇല്ലാതെയാകുന്നു. ചർച്ചകൾ തർക്കങ്ങളായിട്ട് മാറുന്നു. പേടിപ്പിച്ചും ഒച്ച വെച്ചും മക്കളും കുടുംബാംഗങ്ങളും കാര്യങ്ങൾ, സ്വന്തം കാര്യം നേടിയെടുക്കാൻ നോക്കുന്നു. പേടിപ്പിക്കലാണ്, ഒച്ച വയ്ക്കലാണ്, ബഹളം വയ്ക്കലാണ്. എൻ്റെ കാര്യം നടക്കണം, എൻ്റെ കാര്യം ഇപ്പോൾ നടത്തി തന്നില്ലെങ്കിൽ ഞാൻ മരിച്ചു കളയും, എനിക്ക് ഇത് ചെയ്തു തരാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ എനിക്ക് ജന്മം തന്നത് എന്നുകൂടെ ചോദിക്കുന്ന തരത്തിൽ മക്കൾ മാറിക്കൊണ്ടിരിക്കുന്നു. വചനം പറയുന്നു, സൗമ്യത എന്ന് പറയുന്ന ഒരു പുണ്യമുണ്ടാകട്ടെ. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 51 52 തിരുവചനങ്ങൾ. ഈശോ എങ്ങനെയാണ് തൻ്റെ ബാല്യം ചെലവഴിച്ചതെന്ന് വചനം പഠിപ്പിക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 51 52 തിരുവചനങ്ങൾ. പിന്നെ അവൻ അവരോടൊപ്പം പുറപ്പെട്ട് നസ്രത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു. അവൻ്റെ അമ്മ ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ധൂർത്തപുത്രൻ്റെ ഉപമയിലെ പിതാവ് എത്രമാത്രം ശാന്തനായിരുന്നു എന്ന് കാണുക. ധൂർത്തപുത്രൻ തിരിച്ചു വന്നപ്പോൾ പിതാവ് സൗമ്യതയോടുകൂടെ അവനെ സ്വീകരിക്കുന്നു. മൂത്തപുത്രൻ എതിർപ്പ് കാണിക്കുമ്പോൾ പിതാവ് സൗമ്യതയോടുകൂടെ മൂത്തപുത്രനോട് കാര്യങ്ങൾ പറഞ്ഞ് അവനെ മനസ്സിലാക്കി കൊടുക്കുന്നു. ഈ സൗമ്യതയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ഉണ്ടാകേണ്ടത്. കുടുംബത്തെ സ്വർഗമാക്കി മാറ്റുന്ന 5-ാമത്തെ പുണ്യം ക്ഷമയാണ്. വചനം പറയുകയാണ്, നിങ്ങൾ ക്രിസ്തുവിൻ്റെ ക്ഷമ ധരിക്കണം. നിൻ്റെ കുടുംബത്തിലൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ആരായിരിക്കും ആദ്യം ക്ഷമിക്കുന്നത്? നീയും നിൻ്റെ ജീവിത പങ്കാളിയും തമ്മിൽ ഒരു വഴക്കുണ്ടാകുമ്പോൾ
ആദ്യം ക്ഷമിക്കുന്നത് ആരായിരിക്കും? നീയും നിൻ്റെ മക്കളും തമ്മിൽ ഒരു വഴക്കുണ്ടാകുമ്പോൾ, നീയും നിൻ്റെ മാതാപിതാക്കളും തമ്മിൽ ഒരു വഴക്കുണ്ടാകുമ്പോൾ, നീയും നിൻ്റെ സ്നേഹിതനും തമ്മിൽ ഒരു വഴക്കുണ്ടാകുമ്പോൾ ആദ്യം ക്ഷമിക്കുന്നത് ആരായിരിക്കും? ആദ്യം ക്ഷമിക്കുന്നത് നീയായിരിക്കുമോ? ഞാനായിരിക്കുമോ ആദ്യം ക്ഷമിക്കുന്നത്? ക്ഷമിക്കുന്ന കുടുംബങ്ങളാണ് പ്രിയപ്പെട്ടവരെ നിലനിൽക്കുന്നത്. ക്ഷമിക്കാത്ത കുടുംബങ്ങൾ തകർന്നു പോകും. പരസ്പരം ക്ഷമിക്കാൻ പറ്റുമ്പോൾ, വചനം പറയും, ക്ഷമിക്കുമ്പോൾ ഇതാ നമ്മളൊരു പൗലോസിനെ നേടുകയാണ്. ഈശോ പൗലോസിനോട് ക്ഷമിച്ചു. പൗലോസ് തിമോത്തിക്ക് എഴുതിയിട്ടുള്ള 1-ാം ലേഖനം 1-ാം അധ്യായം 12 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങളിൽ ദൈവം തന്നോട് എങ്ങനെയാണ് ക്ഷമിച്ചതെന്ന് എഴുതുന്നു. 1 തിമോത്തി 1:12 മുതൽ 17 വരെ. എന്നെ ശക്തിപ്പെടുത്തുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് ഞാൻ നന്ദി പറയുന്നു. എന്തെന്നാൽ തൻ്റെ ശുശ്രൂഷയ്ക്കായി എന്നെ നിയമിച്ചുകൊണ്ട് അവൻ എന്നെ വിശ്വസ്തനായി കണക്കാക്കി. മുമ്പ് ഞാൻ അവനെ നിന്ദിക്കുകയും പീഡിപ്പിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തുവെങ്കിലും എനിക്ക് കരുണ ലഭിച്ചു. കാരണം അറിവില്ലാതെ അവിശ്വാസിയായിട്ടാണ് ഞാൻ പ്രവർത്തിച്ചത്. കർത്താവിൻ്റെ കൃപ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തോടും സ്നേഹത്തോടുമൊപ്പം എന്നിലേക്ക് കവിഞ്ഞൊഴുകി. യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കാനാണ് എന്ന പ്രസ്താവ്യം വിശ്വസനീയവും തികച്ചും സ്വീകാര്യവുമാണ്. പാപികളിൽ ഒന്നാമനാണ് ഞാൻ, എങ്കിലും എനിക്ക് കാരുണ്യം ലഭിച്ചു. അത് നിത്യജീവൻ ലഭിക്കാൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് ഒരു മാതൃകയാകത്തക്ക വിധം പാപികളിൽ ഒന്നാമനായ എന്നിൽ അവൻ്റെ പൂർണ്ണമായ ക്ഷമ പ്രകടമാക്കുന്നതിന് വേണ്ടിയാണ്. യുഗങ്ങളുടെ രാജാവും അനശ്വരനും അദൃശ്യനുമായ ഏകദൈവത്തിന് എന്നെന്നും ബഹുമാനവും മഹത്വവും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, പൗലോസിനോട് ദൈവം ക്ഷമിച്ചതുകൊണ്ട് കൂടുതൽ ലാഭമുണ്ടായത് ആർക്കാണ്? കൂടുതൽ ലാഭമുണ്ടായത് ദൈവത്തിനാണ്. ക്ഷമിക്കുക വഴി പൗലോസ് എന്ന് പറയുന്ന വലിയ ഒരു സാക്ഷിയെ, വലിയൊരു അപ്പോസ്തലനെ, വലിയൊരു ശുശ്രൂഷകനെ ദൈവത്തിന് സ്വന്തമായി ലഭിച്ചു, സഭയ്ക്ക് ലഭിച്ചു, ക്രിസ്തുവിന് ലഭിച്ചു. ക്ഷമിക്കുമ്പോൾ നിനക്ക് വേണ്ടി നീ ഒരു വലിയ ലാഭമുണ്ടാക്കുകയാണ്. കുടുംബത്തെ സ്വർഗതുല്യമാക്കി മാറ്റുന്ന 6ാമത്തെ പുണ്യം സ്നേഹമാണ്. വചനം പറയുകയാണ്, എല്ലാറ്റിനെയും കൂട്ടിയിണക്കുന്ന സ്നേഹം പരിശീലിക്കുവിൻ. ചിലർ പരിശീലിക്കുന്നത് വേർപിരിക്കുന്ന, വിഭാഗികതകൾ ഉണ്ടാക്കുന്ന സ്നേഹമാണ്. വചനം പറയുന്നു, എല്ലാറ്റിനെയും എല്ലാവരെയും, അപ്പനെയും അമ്മയെയും ഭർത്താവിനെയും ഭാര്യയെയും മക്കളെയും സഹോദരങ്ങളെയും കൂട്ടിയിണക്കുന്ന സ്നേഹം പരിശീലിക്കുവിൻ. 7ാമതായി, ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളിൽ നിറഞ്ഞു നിൽക്കട്ടെ. ഈശോ പറഞ്ഞു, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് നൽകുന്നു, അത് ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയില്ല. ഈശോയുടെ സമാധാനം എന്ന് പറഞ്ഞാൽ, ഞാൻ പിതാവിൽ നിന്നാണ് വന്നിരിക്കുന്നത്, ഞാൻ പിതാവിലേക്കാണ് പോകുന്നത്, ഞാൻ പിതാവിൻ്റെ കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്ന ബോധ്യത്തിൻ്റെ സമാധാനമാണ്. 8ാമതായി വചനം പറയുന്നു, നിങ്ങൾ കൃതജ്ഞതാനിർഭരരായിരിക്കുവിൻ. കൃതജ്ഞത എന്ന് പറയുന്ന പുണ്യമുണ്ടാകട്ടെ നിൻ്റെ കുടുംബത്തിൽ. പരസ്പരം നന്ദി പറയുന്നവർ, ദൈവത്തിന് നന്ദി പറയുന്നവരായിത്തീരട്ടെ. പരസ്പരം നന്ദി പറയുന്നവരായിത്തീരട്ടെ. നിൻ്റെ ജീവിത പങ്കാളിക്ക് ഏറ്റവും ഒടുവിൽ നീ ഒരു താങ്ക് യു പറഞ്ഞത് എന്നാണ് എന്ന് ഒന്ന് അവലോകനം ചെയ്യുന്നത് നല്ലതാണ്. നിൻ്റെ മാതാപിതാക്കളോട് ഏറ്റവും ഒടുവിലായി നീ താങ്ക് യു പറഞ്ഞത് എപ്പോഴാണെന്ന് ചോദിക്കുന്നത്, മനസ്സിൽ ചോദിക്കുന്നത് നല്ലതാണ്. കൃതജ്ഞതാ നിർഭരരായിരിക്കുവിൻ. 9ാമതായി, നിങ്ങളുടെ കുടുംബങ്ങളിൽ വചനം വസിക്കട്ടെ. നിങ്ങളുടെ അധരത്തിലും ഹൃദയത്തിലും വചനം നിറഞ്ഞു നിൽക്കട്ടെ. പൗലോസ് എഴുതുകയാണ്, പരസ്പരം പഠിപ്പിക്കുമ്പോഴും ഉപദേശിക്കുമ്പോഴും എല്ലാം
ക്രിസ്തുവിൻ്റെ വചനം നിങ്ങളിൽ സമൃദ്ധമായി വസിക്കട്ടെ. 10ാമതായി പ്രിയപ്പെട്ടവരെ, നിൻ്റെ കുടുംബത്തെ സ്വർഗതുല്യമാക്കി മാറ്റണമെങ്കിൽ യേശുനാമം നിറഞ്ഞു നിൽക്കണം. നിങ്ങൾ വാക്കാലോ പ്രവർത്തിയാലോ എന്തു ചെയ്താലും അത് യേശുനാമത്തിൽ ചെയ്യുവിൻ. എല്ലാ ദിവസവും ഒരു 100 പ്രാവശ്യമെങ്കിലും ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ നിൻ്റെ കുടുംബത്തിൽ സൗകര്യവും സമയവും ഉണ്ടാകട്ടെ. അച്ഛൻ്റെ ആശ്രമത്തിൽ എല്ലാ ദിവസവും 1000 പ്രാവശ്യം യേശുനാമ ജപം നടത്താറുണ്ട്. 1000 പ്രാവശ്യമെങ്കിലും ഈശോയെ എന്ന് വിളിക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, യേശുനാമം വിളിച്ചപേക്ഷിക്കുമ്പോൾ വചനം പറയുകയാണ്, റോമർ 10:13, കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. നിൻ്റെ കുടുംബം രക്ഷ പ്രാപിച്ച ഒരു കുടുംബമായി മാറണമെങ്കിൽ നിരന്തരം യേശുനാമ ജപമുള്ള ഒരു കുടുംബമായി മാറട്ടെ. നിൻ്റെ കുടുംബത്തെ സ്വർഗതുല്യമാക്കി മാറ്റുന്ന 10 കാര്യങ്ങൾ: 1 കരുണ, 2 ദയ, 3 വിനയം, 4 സൗമ്യത, 5 ക്ഷമ, 6 സ്നേഹം, 7 ക്രിസ്തുവിൻ്റെ സമാധാനം, 8 കൃതജ്ഞത നിറഞ്ഞ കുടുംബം, 9 വചനം നിറഞ്ഞ കുടുംബം, 10 യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്ന കുടുംബം. നമുക്ക് കണ്ണുകളടക്കാം. പിതാവായ ദൈവമേ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളെ നസ്രത്തിലെ തിരുക്കുടുംബം പോലെ വിശുദ്ധി നിറഞ്ഞ, പ്രാർത്ഥന നിറഞ്ഞ, സമാധാനം നിറഞ്ഞ, വചനം നിറഞ്ഞ കുടുംബങ്ങളാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങേക്കിഷ്ടമില്ലാത്ത ഒരു ചിന്തയും ഒരു വാക്കും ഒരു പ്രവൃത്തിയും ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഉണ്ടാകരുതേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയിൽ നിന്ന് അകന്നിരിക്കുന്ന ഒരു നിമിഷം പോലും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കുണ്ടാകരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ കരുണയും അങ്ങയുടെ ദയയും അങ്ങയുടെ വിനയവും സ്നേഹവും പരസ്പരം പ്രദർശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഹാലേലുയാ, ഹാലേലുയാ, ഹാലേലുയാ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, അങ്ങയുടെ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഹാലേലുയാ, ഹാലേലുയാ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹാലേലുയാ, ഹാലേലുയാ, ഹാലേലുയാ. കർത്താവേ, അങ്ങയുടെ തിരുനാമത്തിന് മഹത്വം നൽകണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.